ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും കാത്തിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് മെഡിക്കൽ കോഴ്സുകളുടെ വന്നിരിക്കുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. പിന്നെ വിജ്ഞാപനം പറയുന്നത് MBBS BDS അഗ്രികൾച്ചർ വെറ്റിനറി ഫിഷറീസ് ഫോറസ്ട്രി ആയുർവേദ ഹോമിയോ കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2020 MBBS BDS അഗ്രികൾച്ചർ വെറ്റിനറി ഫിഷറീസ് ഫോറസ്ട്രി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റും ആയുർവേദ ഹോമിയോ കോഴ്സുകളിലേക്ക് ഇത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റാണ്. എല്ലാം CEയുടെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ ഘട്ടത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ പാലക്കാട് കരുണ മെഡിക്കൽ കോളേജും അതേപോലെ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം എന്നീ സ്വാശ്രയ കോളേജുകളിലെ MBBS സീറ്റുകളിലേക്കും, അതായത് ഈ രണ്ട് കോളേജുകളിൽ പുതിയതായി അനുവദിച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഓപ്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അലോട്ട്മെൻറ്റും അതേപോലെ CSI കാരക്കോണം മെഡിക്കൽ കോളേജിൽ അധികമായി 50 സീറ്റുകളുണ്ടായിരുന്നു. അതിലേക്കും കൂടി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ 9/12/2020 രാവിലെ 11 മണി വരെ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ഉണ്ടാവും. ഹോം പേജിൽ നിന്ന് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായി എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് മുതലായ വിവരങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അലോട്ട്മെൻറ്റ് പ്രകാരം പുതുതായ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന കമ്മീഷണർക്ക് പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടക്കണമായി ഫീസ് അടക്കേണ്ടത് 2020 ഡിസംബർ 11 മുതൽ ഇന്ന് മുതൽ അടക്കണം. അത് 16 വരെ ആണ് സമയം. ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമാണ് ഫീസ് അടച്ചേക്കേണ്ടത്. അതിനുശേഷം ഓൺലൈൻ മുഖാന്തരം അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അടച്ച ശേഷം അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നടത്തേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെർച്വൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി MBBS BDS വെറ്റിനറി ഫിഷറീസ് ഫോറസ്ട്രി ഒന്നാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായ അലോട്ട്മെൻറ്റ് രണ്ടാം ഘട്ടത്തിൽ ലഭിച്ചവർ അധിക തുക പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, ഇപ്പോൾ വേറൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ആ കോഴ്സിൽ ഫീ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ ആ ഡിഫറൻസ് ഉള്ള ഫീ എത്രയാണ് അത് അവരുടെ മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും, പ്രൊഫൈൽ കാണിക്കുന്നുണ്ടാവും. അതും ഇതേപോലെ ഡിസംബർ 16 മുമ്പായി ഏതെങ്കിലും ഹെഡ് ഓഫീസ് മുഖാന്തരമോ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ അടയ്ക്കിയ ശേഷം 4 മണിക്ക് മുമ്പായി കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, പിന്നെ 20/6/2005 ഈ ഓർഡർ പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികളെ പോലെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം മുതലായ വിദ്യാർത്ഥികളൊന്നും ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ മെഡിക്കൽ ദന്തൽ സ്വാശ്രയ കോളേജുകളെ മൈനോറിറ്റി NRI സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അവർക്ക് ടോക്കൺ ഫീ അടക്കേണ്ടതും ഫീസ് ഇളവിന് അവർ അർഹതല്ലാതെ തീരുന്നതുമാണ്. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹോം പേജിൽ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ് കോളേജ് അധികാരത്തിന് മുന്നിൽ ഹാജരാക്കുകയും വേണം. അപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ 16/12/2020 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് പ്രവേശനം നേടിയിരിക്കണം. പിന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റും ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ പ്രവേശന പരീക്ഷയുടെ ഇതിൽ നിന്ന് പുറത്ത് പോകുന്നതാണ്. രണ്ടാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവരുന്ന MBBS BDS സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് മോപ്പപ്പ് കൗൺസിലിംഗ് കൂടി നടത്തുന്നതാണ്. മോപ്പപ്പ് കൗൺസിലിംഗ് സംബന്ധിച്ച് വിശദമായ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കും. അതായത് ഇനി വാക്കൻസിയുള്ള സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് മോപ്പപ്പ് വഴി നടത്തും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കും. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒക്കെ നോക്കാത്തവരൊക്കെ പ്രൊഫൈലിൽ പോയി റാങ്കൊക്കെ ചെക്ക് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.